നമസ്കാരം. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള തൊഴിൽ മേഖലകൾ വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും പ്രാരംഭപരമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം അന്തിമമായിട്ട് യുക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ഒരുപക്ഷെ തുടക്കം കുറിക്കുന്ന പ്രസ്ഥാനത്തിൽ നിന്നും പിന്മാറി നിലവിൽ പ്രവർത്തിച്ചു വരുന്നതും പേര് കേട്ടതുമായിട്ടുള്ള സ്ഥാപനത്തിലേക്ക് ഉദ്യോഗമാറ്റത്തിന് പരിശ്രമിക്കുന്നത് ഗുണകരമായി തീരും. ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ ആശയങ്ങളും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. സങ്കുചിത മനോഭാവം ഒഴിവാക്കി വിശാല മനസ്ഥിതിയോടുകൂടി ഏറ്റെടുക്കുന്നതും അവലംബിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നതുമുണ്ട്. വിരോധികളായിരുന്ന പലരും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ലോക്യം കൂടുവാൻ അവസരം വന്നു ചേരും. എല്ലാ കാര്യങ്ങൾക്കും ഒരു അകൽച്ച ഉണ്ടാകുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും എന്നുകൂടി സൂചിപ്പിക്കുന്നു. പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തൃപ്തികരമായിട്ടുള്ള സമീപനവും വിജയം കൈവരിക്കുവാൻ യോഗം കാണുന്നുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളും പുനരാരംഭിക്കാൻ തക്കവണ്ണമുള്ള വിഭാഗത്തിലേക്ക് ചുമതലകൾ ഏറ്റെടുക്കുവാൻ യോഗം കാണുന്നു. പരീക്ഷ, ഇന്റർവ്യൂ മുതലായവയിലെല്ലാം തന്നെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമാകും വിധത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കാൻ യോഗം കാണുന്നുണ്ട്. പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തികമായിട്ടുള്ള നേട്ടം കഴിഞ്ഞ 1-2 മാസമായിട്ട് വന്നു ചേരുന്നത് വഴി തൊഴിൽ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ആധുനിക പ്രചരണ രീതികൾക്ക് തുടക്കം കുറിക്കുവാനും യോഗം കാണുന്നുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾക്ക് വിജ്ഞാനികളുമായിട്ട് ചർച്ചകൾ ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് ഒരു ധ്രുവീകരണം എന്ന നിലയിൽ പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാനും സാധ്യത കാണുന്നു. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. നിലവിലുള്ള ഗ്രഹത്തിൽ പ്രത്യേകിച്ച് പുരോഗതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം മറ്റൊരു ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഭൂമി കണ്ടെത്തുവാനും പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും യോഗമുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ഇനി മുതൽ നിലവിലുള്ള ജോലി സ്ഥാനക്കയറ്റം വളരെ കുറവായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുവാൻ സാധ്യത കാണുന്നുണ്ട്. പ്രത്യുപകാരം ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ യോഗമുണ്ട്. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുവാനിടയുള്ളത് കൊണ്ട് പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് യോഗം കാണുന്നതുമുണ്ട്. പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാനും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചെയ്തു വരുന്ന പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുത്തുവാനും തയ്യാറാകുവാൻ ഇടയുണ്ട്. സേവന പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാൻ സാധ്യത കാണുന്നു. കല, കായികം, സാംസ്കാരികം, സാഹിത്യം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. പലപ്പോഴും പരിഗണിക്കാനുള്ളൊരു മനസ്ഥിതി വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടവരും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ 2 വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന ബൃഹത് പദ്ധതികൾ ഏറ്റെടുക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ആർഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാനും ജീവിക്കാനുമുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വഴി കുടുംബത്തിലും തൊഴിൽപരമായിട്ടും സമൂഹത്തിലും വളരെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യക്തമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് പുതിയ
കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും പണം മുതൽ മുടക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ജൂൺ മാസത്തിൽ പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ ഇനി മുതൽ ഒരു വർഷത്തേക്ക് എല്ലാ മേഖലകളിലും വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന സങ്കല്പത്തോടുകൂടി നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതെ തന്നെ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ യോഗമുണ്ട്. വേറെ ചിലർക്ക് ഉപരിപഠനത്തിന് ചേരുവാൻ അവസരം ഉണ്ടാവും. ശനി ഞായർ എന്നീ ദിവസങ്ങളിലും ചില ദിവസങ്ങളിൽ സായാഹ്ന വേളകളിലും പഠിക്കാൻ തക്കവണ്ണമുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനാണ് യോഗം കാണുന്നത്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് ജോലി രാജിവെച്ച് മറ്റൊരു രാജ്യത്തിലേക്ക് പോകാൻ തക്കവണ്ണം അവസരങ്ങൾ ഉണ്ടാകുന്നത് സ്വീകരിക്കാം. അല്ലാത്ത പക്ഷം ജോലി രാജിവെച്ചാൽ അവസരങ്ങളുള്ളത് നഷ്ടപ്പെടും എന്നല്ലാതെ വേറെ നേട്ടങ്ങളൊന്നും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും എന്നുകൂടി സൂചിപ്പിക്കുന്നു. മേലധികാരി ചെയ്തു വെച്ചതായിട്ടുള്ള പല വിധത്തിലുള്ള അബദ്ധങ്ങളും തിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈ ജൂൺ മാസത്തിൽ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ രേഖാപരമായിട്ട് മേലധികാരികൾക്ക് സമർപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള നേട്ടങ്ങൾ, മുഹൂർത്തങ്ങൾ എന്നിവ അനശ്വരമാക്കുവാനുള്ള സാധ്യത കാണുന്നത് വഴി ആശ്ചര്യം അനുഭവപ്പെടുവാൻ സാധ്യത കാണുന്നുണ്ട്. ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി സ്വല്പം പണച്ചെലവ് 6 മാസത്തേക്ക് വേണ്ടി വരുമെങ്കിൽ പോലും അതിൻ്റെ ഒരു നേട്ടം ഒരു പക്ഷേ 2025-2026 കാലങ്ങളിൽ ഉണ്ടാകത്തക്ക വിധത്തിൽ പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാൻ യോഗം കാണുന്നതുമുണ്ട്. സാമ്പത്തിക നേട്ടം കുറവുള്ള കരാർ ജോലികളിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. അല്ലാത്ത പക്ഷം സുഹൃത്തുക്കൾ ഏറ്റെടുക്കുന്ന കരാർ ജോലികളുടെ ഉപവിഭാഗമായിട്ടുള്ള കരാർ ജോലികൾ ഏറ്റെടുത്ത് നടത്തി കൊടുക്കുന്നത് കൊണ്ട് ദോഷങ്ങളൊന്നും കാണുന്നില്ല. അതെല്ലാം വേണ്ട വിധത്തില് ചെയ്തു കൊടുക്കുവാനും സാധിക്കും. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കാൻ സാധിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. ആഗ്രഹിക്കുന്ന ഭൂമി വിൽപ്പനയ്ക്ക് ഏറെക്കുറെ ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് വഴിയൊരുക്കും. ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടവരും. ബന്ധുക്കൾക്കിടയിലുള്ള വാക്ക് തർക്കങ്ങളിൽ നിന്നും ഒരു നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുകയായിരിക്കും നന്നാവുക. അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അനുവർത്തിച്ചു വരുന്ന പൂർവാചാരപ്രകാരം അനുവർത്തിച്ചു വരുന്ന ഭക്ഷണ ക്രമീകരണങ്ങളും ചിട്ടകളൊക്കെ തന്നെ ഒരു പരിധിവരെ പകർച്ചവ്യാധി അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാനിടവരും. വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാനുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. കല, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. സഹപാഠികളോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരം വന്നു ചേരുമെങ്കിൽ പോലും ജലാശയങ്ങൾ, വാഹന ഉപയോഗം മുതലായവയിലൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കടം കൊടുത്ത സംഖ്യയ്ക്ക് പകരം ഭൂമി കൈവശം വന്ന് ചേരുവാനുള്ളൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാൻ യോഗം കാണുന്നുണ്ട്. ജനസ്വാധീനം വർദ്ധിക്കുന്നത് വഴി കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമോ എന്ന തോന്നലൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഒരുപക്ഷെ മാതാപിതാക്കളുടെ നിർബന്ധത്താൽ ഈ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. പരസ്പര വിശ്വാസം നഷ്ടപ്പെടുവാനിടയുള്ളത് കൊണ്ട് കൂട്ടുകച്ചവടത്തിൽ നിന്നും അഥവാ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ളത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാധ്യത കാണുന്നു. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ട് ഭരണ പദ്ധതി ആവിഷ്കരിക്കാൻ സാധ്യത കാണുന്നുണ്ട്.
ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ വീട് വാങ്ങിക്കണമോ എന്ന് തോന്നലൊക്കെ ഉണ്ടാവും. ഒരു പക്ഷേ മക്കളുടെ ആവശ്യങ്ങൾക്കായിരിക്കാം, മക്കൾ പണം മുതൽ മുടക്കുന്നതിലായിരിക്കാം. പലതും കണ്ടെത്തുവാനിട വരുമെങ്കിൽ പോലും തൃപ്തികരമല്ലാത്തത് കൊണ്ട് ചിലതെല്ലാം മിക്കതും ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഉപരിപഠനം മനസ്സിൽ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു വിദ്യാലയത്തിൽ പ്രവേശിക്കാൻ സാധ്യതകൾ വളരെ കുറവായിരിക്കും. ഒരു പക്ഷേ ജൂലൈ, ഓഗസ്റ്റ് എന്നീ മാസകാലങ്ങളിൽ ഇതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട്. വേറെ ചില വിദ്യാർത്ഥികൾക്ക് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് വിദേശത്ത് അവസരങ്ങൾ വന്നു ചേരും. അതിനുള്ള അപേക്ഷകളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് പോലും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു മാസത്തിൽ ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട പലവിധത്തിലുള്ള മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് വഴി സാമ്പത്തിക വിഭാഗത്തിൽ നിന്നും നിരുപാധികം പിന്മാറുവാൻ ഒരു അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. നിലവിലുള്ള ഗ്രഹത്തിൽ പ്രത്യേകിച്ച് പുരോഗതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറി താമസിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകും. നിലവിലുള്ള കർമ്മമണ്ഡലങ്ങളിൽ പ്രതീക്ഷിച്ച പോലെ നേട്ടങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ യോഗം കാണുന്നുണ്ട്. ഈ മാസത്തിൽ മിക്കവർക്കും ജോലി ചെയ്തു തീർത്തുകൊണ്ട് വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. സങ്കീർണമായിട്ടുള്ള പല വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ഒരു പക്ഷേ പരസഹായം തേടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ളവരൊക്കെ അവസരങ്ങൾ വന്നു ചേരുകയില്ല. അവസരങ്ങൾ വന്നു ചേരുന്നവർക്കോ ഒരു കാര്യം വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കാൻ സാധ്യതകൾ വളരെ കുറവായിരിക്കും. പലപ്പോഴും ഈ സാഹചര്യങ്ങളെ കൊണ്ട് ഈശ്വര പ്രാർത്ഥനകളെ കൊണ്ടും മിക്ക ദിവസങ്ങളിൽ കഠിനാധ്വാനം വേണ്ടിവരും എന്ന ധാരണയോടുകൂടിയും ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ ജോലി ചെയ്യാൻ സന്നദ്ധതയോടുകൂടിയതായുള്ള സാഹചര്യങ്ങളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ ഭംഗിയാക്കി തീർക്കുവാൻ സാധിക്കുന്നതുമാണ്. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ജോലിയോട് ബന്ധപ്പെട്ട വിദേശത്തേക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിട വരും. കുടുംബാംഗങ്ങളുടെ പലവിധത്തിലുള്ള മനോവ്യാകുലതകൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. കടം കൊടുത്ത സംഖ്യയ്ക്ക് പകരം ഭൂമി കൈവശം വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ഗഡുക്കളായിട്ട് പണം ലഭിക്കുവാനുള്ള സാഹചര്യങ്ങളാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. ഏറ്റെടുത്ത ദൗത്യം അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനം തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും സാധ്യത കാണുന്നു. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ ഒരു അവസരം ഉണ്ടാകുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമായിട്ട് പലരിൽ നിന്നും വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും ജീവിത പങ്കാളിയുടെ ആശയങ്ങളും ആത്മാർത്ഥ സുഹൃത്തിന്റെ നിർദ്ദേശങ്ങളും ഇതിനെ അതിജീവിക്കാനുള്ള ആത്മവിശ്വാസത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. നിക്ഷേപ സമാഹരണ യജ്ഞം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുന്നത് വഴി അനുമോദനങ്ങൾ വന്നു ചേരുവാനിടവരും. രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വസ്തുതകൾക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും ആത്മനിയന്ത്രണവും വേണം എന്നുകൂടി സൂചിപ്പിക്കുന്നു.
പഠിച്ച വിദ്യയോട് ബന്ധപ്പെട്ടതായുള്ള ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും ദൂരദേശവാസം വേണ്ടിവരും. ഭൂമി വിൽക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാനൊരു അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും അനുകൂലമായുള്ള വിജയങ്ങൾക്ക് വഴിയൊരുക്കുവാനും രേവതി നക്ഷത്രം ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.